ഇന്ന് മുട്ട വെച്ചിട്ടുള്ള പരിപാടിയാണോ? മുട്ട പരിപാടിയാണ്. പാളിപ്പോവോ ഇല്ലയോ? ഇവിടെ മുട്ട പുഴുങ്ങിട്ട് തൊളിച്ചു വെച്ച സാധനം നോക്കിക്ക്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് വല്ല മുട്ട ബജിയോ വടയോ എല്ലാം ഉണ്ടാക്കിയ പോലെ പിള്ളേരെ ഇന്ന് കുറേ പേര് കമൻ്റ് ഇട്ടായിരുന്നു. അവരുടെയൊക്കെ വാക്കിനെ മാനിച്ച് നമ്മൾ ഇന്ന് മുട്ട ബജി ഉണ്ടാക്കാനുള്ള തീരുമാനം എടുത്തു കുട്ടികളെ. കാരണം അതാവുമ്പോ പാളിപ്പോവില്ലല്ലോ. ഇന്ന് എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ. അപ്പൊ എനിക്കോ? അല്ല, നിനക്ക് വലിയ വയ്യാഴിയൊന്നും ഇല്ലായിരുന്നല്ലോ, എനിക്ക് നിന്നെക്കാട്ടിലും വയ്യാഴിയായിരുന്നല്ലോ. എനിക്ക് തീരെ വയ്യാത്ത എന്നെ പിടിച്ച് പൊക്കി എണീപ്പിച്ച് മുട്ട ബജി ഉണ്ടാക്കുന്ന സീനാണ് നിങ്ങളിപ്പോ കാണുന്നത്. ഇതൊക്കെ ഒരു പരീക്ഷണല്ലേ എന്റെ കുട്ടിയെ. തൽക്കാലം അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് സമാധാനിച്ചിരിക്കാല്ലേ. ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സവാള കുനുകുന അരിഞ്ഞത്, കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ ആ മുട്ടയുടെ മഞ്ഞക്കരുവില്ലേ അതെടുത്തിട്ട് അതിനകത്ത് പൊടിച്ചിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക. എന്നിട്ട് ആ മസാല എടുത്ത് മുട്ടയുടെ ഉള്ളിൽ വെച്ചിട്ട് മാവിൽ മുക്കി പൊരിക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ. ഇവള് എന്ത് തേങ്ങി കാണിക്കുന്ന എന്റെ കുട്ടിയെ. അല്ല പിന്നെ, നമ്മുടെ കണ്ണിൽ എണ്ണ വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ കണ്ട ഒരേ ഒരു മാർഗ്ഗം ഇതാണ്. പിന്നെ പാവം ചെറുക്കന് എനിക്ക് എല്ലാ പാത്രവും കഴുകി വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നേ. മുതലെടുക്കാണല്ലേ സജിയെ? അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അപ്പൊ എന്തായാലും ഫൈനൽ റിസൾട്ട് കാണണ്ടേ കുട്ടികളെ? മുട്ട ബജി സത്യം പറയുന്ന ഒന്നും കഴിയുന്നില്ല. ഞങ്ങള് ഒന്നും ചെയ്യണ്ടെന്നുള്ളൊരു മൈൻഡിലായിരുന്നു. പക്ഷെ പൊട്ടക്കണ്ണന്റെ മാവേല് ഞങ്ങള് പറയും പൊട്ടക്കണ്ണന്റെ മാവേലിറങ്ങു. നമ്മൾ ഇതുവരെ തലകുത്തി നിന്ന് പരിശ്രമിച്ചിട്ട് ഒന്നെങ്കിലും റെഡി ആയിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ചുമ്മാ ചെയ്തു നോക്കിയതാ. അപ്പൊ മുട്ട ബജി ഫെയിൽ ആയിട്ടില്ല, സക്സസ് ആയിട്ടുണ്ട്. അതിന്റെ ചെറിയ സന്തോഷമുണ്ട്. അപ്പൊ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ.